ഹായ്, ഞാൻ സല്ലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ ഗസാനിയ, ഫ്ലോക്സ്, അതുപോലെ തന്നെ ഡയാന്തസ് എന്ന് പറയുന്ന സീസണൽ പ്ലാന്റ്സിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. DIY വീഡിയോസ്, അതുപോലെ ഹോം ഗാർഡൻ, നേഴ്സറി വിസിറ്റ്, അതുപോലെ ഗാർഡൻ ടിപ്സ് ഒക്കെ പറഞ്ഞു തരുന്ന വീഡിയോസ്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾക്കറിയുള്ളൂ ഏത് തരം വീഡിയോസാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് കാണുന്ന പലർക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല, അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഇന്ന് ജാൻസി മാഡമാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. മാഡത്തിൻ്റെ വാക്കുകളിലൂടെ. പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഭംഗിയുള്ളൊരു പൂവ് അല്ലെങ്കിൽ ഏത് പൂവായിക്കോട്ടെ ഒന്ന് കണ്ടാലും നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു പോകും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ സീസൺ ഫ്ലവർ ഒത്തിരി ഇറങ്ങുന്ന അല്ലെങ്കിൽ സീസൺ ചെടികൾ ഇറങ്ങുന്ന സമയമാണ്. ഒരു 6 മാസം നമ്മുടെ തോട്ടത്തിൽ നിറയെ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒത്തിരി പൂക്കൾ കിട്ടുന്ന സീസൺ ഫ്ലവേഴ്സ് നമ്മുടെ നഴ്സറികളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ സമയക്കുറവുണ്ടെങ്കിലും ഞാൻ ഈ ചെടികളൊക്കെ കാണുമ്പോൾ ഞാനും ഒന്ന് സ്വന്തമാക്കാൻ നോക്കൂട്ടോ. ചിലപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ നടീൽ രീതികൾ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അറിയാത്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ അത് നഷ്ടപ്പെട്ടു പോകും. എങ്കിലും ഞാനിത് പലതും ട്രൈ ചെയ്ത് വിജയിച്ച ഒരു പൂന്തോട്ടമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഇതിനു മുമ്പുള്ള എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് ഇഷ്ടം അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇത്രയധികം പൂക്കൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഞാൻ ഓരോ ടിപ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ പോയി കഴിഞ്ഞു. ഒരു 2 ആഴ്ച മുമ്പ് നഴ്സറിയിൽ പോയപ്പോൾ 1-2 ചെടികൾ ഞാൻ സ്വന്തമാക്കി. ഞാൻ ഇതുവരെ എൻ്റെ തോട്ടത്തിൽ നട്ടു നോക്കാത്ത ചെടികളാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ അത് എങ്ങനെ നമുക്ക് പിടിച്ച് കിട്ടുമോ, അത് നമുക്ക് ഉഷാറായി കിട്ടുമെന്ന് നമ്മളൊന്ന് പരീക്ഷിച്ചറിയാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഞാനത് നട്ടു, ചെടിച്ചട്ടിയിൽ നട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് 6 മാസം അത് നന്നായിട്ട് നിൽക്കുന്നു തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ ഞാൻ സ്വന്തമാക്കിയ 2 ചെടികളെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ ഈ ലോൺ, ഈ ചെടിത്തോട്ടം പലപ്പോഴും പലരും കണ്ട് എന്താ പറയുക ഇഷ്ടം അറിയിച്ചിട്ടുള്ളതും ചിലപ്പോൾ കണ്ട് മതിയായിട്ടുള്ളവരുമാണ്. എങ്കിലും പലരും ഇതിൻ്റെ ലോൺ എങ്ങനെയാണ് പിടിപ്പിച്ചത് എന്നൊക്കെ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പുതിയ ചെടികൾ പരിചയപ്പെടുത്തിയതിന് ശേഷം അടുത്ത വീഡിയോ ഇതെങ്ങനെയാണ് ഈ ലോൺ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഒരു വീഡിയോ ഇടാം. പക്ഷേ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസിലുണ്ട് എങ്കിലും കുറച്ചും കൂടി ആളുകൾക്ക്, പുതിയ ആളുകൾക്ക് അത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ലോൺ സെറ്റ് ചെയ്തതും എൻ്റെ പൂന്തോട്ടത്തിൻ്റെ പരിചരണം അല്ലെങ്കിൽ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനത് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് പൂക്കൾ നമുക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടായി കിട്ടുന്നതാണ്. നമ്മളൊന്ന് കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ പുതിയ അതിഥികളെ ഒന്ന് പരിചയപ്പെടാം. ഞാനെടുക്കുന്ന വീഡിയോസേ ക്ലാരിറ്റി കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. വേറെ ഒന്നുകൊണ്ടല്ല, ഞാനൊരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാലോ. അപ്പോൾ രാവിലെ 8:30 ആകുമ്പോഴേക്കും ഇപ്പോൾ ഇറങ്ങാറായി ആകുമ്പോഴേക്കും എനിക്ക് ഓഫീസിലേക്ക് പോകണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണല്ലോ രാവിലെ തന്നെ. അപ്പോൾ വൈകിട്ട് ഞാൻ എത്തുമ്പോഴേക്കും 6:30 ആവും. അപ്പോൾ പിന്നെ ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ക്ലാരിറ്റി ചെറുതായിട്ട് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോസിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു പോകാമല്ലോ. ഇതാണ് ഒരു അതിഥി. ഫ്ലോക്സ് എന്നാണ് ഈ ചെടിയുടെ പേര്. പലരും ഈ ചെടി കണ്ടു കാണും. ഇതിൻ്റെ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട്. നമുക്ക് നഴ്സറികളിലും അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ഇത് സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് കേട്ടോ. അതുപോലെ സ്റ്റാർ അല്ലാത്ത ടൈപ്പ് കുറേ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി സ്റ്റാർ ടൈപ്പാണ് വാങ്ങിയത്. ഇതൊക്കെ ഇപ്പം ഞാൻ ചട്ടിയിൽ നട്ടിട്ട് 1.5 ആഴ്ചയായി. കണ്ടോ, നമ്മുടെ കാലാവസ്ഥയിൽ വന്ന് അത് നടുന്ന രീതി ഞാൻ സാധാരണ സീസൺ ഫ്ലവേഴ്സ് നടുന്ന വീഡിയോസ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ അതേ രീതി തന്നെ. അതായത് നമ്മൾ കൊണ്ടുവരുന്ന കവറിലാണെങ്കിൽ ആ കവറ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വേരിനൊന്ന് ഇളക്കം തട്ടാതെ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മണ്ണ്, അടിയിലുള്ള മണ്ണ് നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലെ മണ്ണ്. ഈ ചട്ടിയിലെ മണ്ണെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കുറേ ചാണകപ്പൊടിയും ചകിരിച്ചോറും അങ്ങനത്തെ കുറേ വളങ്ങളൊന്നും ചേർത്തിട്ടുള്ള മണ്ണ് വേണ്ട. നമ്മുടെ തൊടിയിലെ മണ്ണ്, നല്ല ഇളക്കമുള്ള മണൽ ചേർന്ന മണ്ണാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ ഈ കളിമണ്ണ് എന്താ പറയുക
ചെങ്കല്ലിൻ്റെയൊക്കെ മണ്ണുണ്ടല്ലോ, അത് റോസൊക്കെ നടാൻ ഏറ്റവും നല്ലതാണ്. ചെങ്കൽ കളർന്ന കല്ല് മണ്ണ്, ചുവന്ന മണ്ണൊക്കെ കിട്ടും. ആ മണ്ണോ അല്ലെങ്കിൽ മണൽ കൂടുതൽ ചേർന്ന മണ്ണോ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അതിനകത്ത് നട്ടോ. കാരണം ഈ ചെടികൾക്ക് വേണ്ടത് മിതമായ എന്താ പറയുക ചൂടും അതുപോലെ മിതമായ തണുപ്പും. കൂടുതൽ സൂര്യപ്രകാശം കിട്ടാതിരുന്ന പൂവ് ഉണ്ടാവുകയില്ല, നല്ല വെയിലത്തിരുന്നാൽ പെട്ടെന്ന് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല നീർവാഴ്ച വേണം. മണ്ണിൽ നിന്ന് ശരിക്കും വെള്ളം പോയി നമ്മളിപ്പോൾ നനയ്ക്കുമ്പോൾ തന്നെ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള ഒരു പൊട്ടി മിശ്രിതമാണ് ഇവയ്ക്ക് വേണ്ടത്. കൂടുതൽ ജൈവവളങ്ങളൊന്നും വേണ്ട. കാരണം നമ്മൾ നട്ടതിന് ശേഷം ഒന്ന് ഉഷാറായി വന്നതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ള വല്ല എന്താ പറയുക സബോളയുടെ തൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതോ അല്ലെങ്കിൽ പഴത്തിൻ്റെ വെള്ളം നമ്മൾ പഴത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് വെള്ളമോ അങ്ങനെ, അല്ലെങ്കിൽ ഉണക്ക ചാണകപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളി, അത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വളങ്ങൾ മാത്രം വയ്ക്കും മതി. ഇത് 6 മാസം നമ്മുടെ തോട്ടത്തിൽ നിറഞ്ഞുണ്ടായിക്കുള്ളൂ കേട്ടോ. കുല കുത്തി ഉണ്ടാകും. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ 4 കളർ വാങ്ങിയുള്ളൂ. കാരണം എനിക്കിതൊന്ന് നോക്കണമല്ലോ രക്ഷപ്പെട്ട് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളിത് കാണുകയാൽ വാങ്ങിച്ചോ. കെയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അധികം വെയിലത്തൊന്നും വെച്ച് അതുപോലെ ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്തടത്തൊന്നും വെക്കാതിരുന്നാൽ മതി. ഹാങ് ചെയ്തിട്ടായാലും ഇത് ഇടാട്ടോ. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും പുഷിയായിട്ട് ഉണ്ടാവില്ലായിരിക്കാം, എങ്കിലും എനിക്ക് തോന്നുന്നു ചട്ടികളിൽ തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് ഒരു അതിഥി നമ്മുടെ ഫ്ലോക്സ്. അതുപോലെ നല്ല തണുപ്പുള്ള മറ്റേ വയനാട്, അതുപോലെ ഇടുക്കി, കൽപ്പറ്റ അങ്ങനെയൊക്കെയുള്ള ഭാഗമുണ്ടല്ലോ, കുമളി, ഈ ഭാഗത്തൊക്കെ ഇത് ഒത്തിരി ഉണ്ടാവും കേട്ടോ. അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ചെടികളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് പൂണ്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ സ്വന്തമാക്കിയാൽ ഇതുപോലെ ഒന്ന് നട്ടു നോക്കിക്കോളൂ. ഈ ചെടിയുടെ വിത്താണ് നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പൂക്കൾ ഉണങ്ങി കൊഴിഞ്ഞു പോയതിനു ശേഷം അതിൻ്റെ പൂവുണ്ടായതിൻ്റെ ചുവട്ടിലായിട്ട് ചെറിയ വിത്തുകളാണ്. ആ വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. സീസൺ ആകുമ്പോൾ അത് പാകുക. ചകിരിച്ചോറും മണ്ണ് മിക്സ് ചെയ്ത ഒരു മിശ്രിതത്തിൽ നമ്മുടെ വിത്ത് നന്നായിട്ട് പാകി മുളപ്പിച്ച് ആ തൈ വേറെ നട്ടാണ് ഇതുപോലെ വീണ്ടും വീണ്ടും ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി നന്നായിട്ട് അങ്ങനെ ആർത്ത് നല്ല രീതിയിൽ വരും. പക്ഷേ ഇതിൻ്റെ അപ്പോൾ ഒന്നും നട്ടാൽ പിടിക്കില്ല. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ വിത്ത് കളക്ട് ചെയ്ത് വെക്കുക. ഉറുമ്പും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതെ നമ്മൾ ഉണങ്ങുന്നത് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഈ സീസൺ ആകുമ്പോൾ നമ്മൾ പാകിയാൽ മതി കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് ഈ ചെടി അത്ര ഉഷാറാകില്ല, പൂക്കളുണ്ടാവുന്ന കുറയും, പിന്നെ ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു ഇതാണ്. അപ്പോൾ ഈ 6 മാസം നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിലാണ് നന്നായിട്ട് പൂണ്ടായി കിട്ടുന്നത് കേട്ടോ. അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്ന ചെടി ഗസാനിയ റിഗൻസ് ഈ ചെടിയാണ്. ഇതും നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്ലോക്സിൻ്റെ ചെടി പറഞ്ഞ പോലെ തന്നെ സീസൺ ഫ്ലവറാണ്. അധികം ചൂടൊന്നും ഇല്ലാതെ രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ മാത്രം കിട്ടാവുന്ന രീതിയിലാണ് കേട്ടോ ഇവ വെക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അന്ന് നഴ്സറിയിൽ പോയപ്പോൾ 2 ആഴ്ച മുമ്പ് വാങ്ങിയതാണ്. ഇപ്പോൾ ചട്ടിയിലൊക്കെ നട്ട് അതിൻ്റെ നമ്മുടെ പൊട്ടി മിസ്റ്റിലേക്ക് വരുമ്പോൾ ഉള്ള വാട്ടമൊക്കെ മാറി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നന്നായിട്ട് നമ്മുടെ ആമ്പലൊക്കെ വിരിയുന്ന പോലെ രാവിലെ സൂര്യപ്രകാശം വന്നു കഴിയുമ്പോഴേക്കും നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കും. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം അങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഈ ചെടികൾ കണ്ടാൽ അറിയാം. കുറച്ചും കൂടി വെയിൽ ഒന്ന് സൂര്യപ്രകാശമൊക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് വിരിഞ്ഞ് ഒരു എന്താ പറയുക നല്ലൊരു ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ വരും. നമ്മുടെ സൂര്യകാന്തി പൂവൊക്കെ ഉണ്ടല്ലോ എന്നേ പോലെ. അതിനുശേഷം വൈകിട്ട് ഒരു സൂര്യൻ പോകുന്നതിനനുസരിച്ച് തന്നെ വെയിൽ പോകുന്നതിനനുസരിച്ച് തന്നെ ഇതൊന്ന് കൂടി നിൽക്കും. പിറ്റേ ദിവസം വീണ്ടും വിരിയും. ഒരു ചെടി ഒരു പൂവ് ഒരു 3 ദിവസം എങ്കിലും നല്ല ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്. ഇതും നിങ്ങൾക്ക് തോട്ടത്തിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. നമുക്ക് പലയിടത്തും ഇങ്ങനെ നന്നായിട്ട് ഇതുപോലത്തെ പൂക്ക് ഉണ്ടായി നിൽക്കുമ്പോൾ നമുക്ക് സംശയമാണ്, ഇത് നമ്മുടെ കാലാവസ്ഥയിൽ വരുമോ? ഇതിപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയിലൊന്നും പിടിച്ച് കിട്ടില്ല, വേണ്ടാന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെറുതെ കണ്ടുപോരും. പക്ഷെ ധൈര്യമായിട്ട് വാങ്ങിക്കോ. ഇത് നമുക്കിതുപോലെ തന്നെ കണ്ടല്ലോ, എൻ്റെ മണ്ണ് കണ്ടോ, എൻ്റെ മിക്സ് ഞാനിതിന് മുമ്പ് നടുന്ന മിക്സ് പോലെയല്ല, റെഡ് കളർ മണ്ണാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മണ്ണ് കിട്ടുകയാണെങ്കിൽ വാങ്ങണം. ആ മണ്ണിൽ അധികം ജൈവവളങ്ങളോ ഒന്നും ചേർക്കണ്ട. കാരണം ഇവയ്ക്കൊക്കെ 6 മാസത്തെ ആയുസൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ പ്രാവശ്യം ഇതിൻ്റെ ഇലകളും ഇതുപോലെ വരുന്ന ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായത് ഇലകൾ വരും, അത് നമുക്ക് പറിച്ച് നടാം. വിത്ത് പാകി എനിക്ക് ഇതിൻ്റെ അറിയില്ല കേട്ടോ, വിത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇതിന് നന്നായിട്ട് ഇലകൾ പൊട്ടും, അത് പറിച്ച് നടാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ നേഴ്സറിക്കാരോട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു.
അപ്പോൾ എന്തായാലും ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചെടികളും ഇഷ്ടപ്പെടും. അതുപോലെ ഞാൻ കുറച്ച് ഡയാന്തസും ആ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇതും അന്ന് ആ ചെടിയുടെ കൂടെ തന്നെ വാങ്ങിയതാണ്. പക്ഷേ ഇത് കണ്ടോ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കണം. 1.5 ആഴ്ചയായിട്ട് വാട്ടൊക്കെ മാറി നല്ല പൂക്കളൊക്കെ വീണ്ടും ഫ്രഷ് പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതും നിങ്ങൾ കേട്ടുകയാണെങ്കിൽ വാങ്ങിക്കോളൂ. നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം, വെള്ളം കെട്ടിക്കിടക്കരുത്, അധികം ചൂടോ ഒന്നും വരാൻ പാടില്ല. ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ പാർഷ്യലി തണൽ കിട്ടുന്നതുകൊണ്ട്, അതുപോലെ വെയിൽ കിട്ടുന്നതുകൊണ്ട്, വെയിലും തണലും ഭാഗികമായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള കാലാവസ്ഥയിലാണ് ഇവ കൂടുതൽ വളരുള്ളൂ കേട്ടോ. ഒത്തിരി ചൂടും പാടില്ല, എന്നാൽ തീരെ സൺലൈറ്റ് ഇല്ലാത്ത ഭാഗവും പാടില്ല കേട്ടോ. ഇതെല്ലാം അവിടെ കണ്ടപ്പോൾ ഒരു കൊതിയായിരുന്നു ശരിക്കും, ഇതെങ്ങനെ വാങ്ങാതെ വരിക. അതുകൊണ്ട് ഇതെല്ലാം വാങ്ങി ഒരു ഐഡിയ പൂർവ്വം വേറൊരു പോട്ടിൽ ഇതുപോലെ സ്റ്റാൻഡിൽ നട്ടിരിക്കുകയാണ്, അധികം വെയിലൊന്നും കിട്ടാത്ത രീതിയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.